റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രണ്ടും കൽപ്പിച്ച രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുമ്പോൾ അതത്ര സുഖകരമായ അന്തരീക്ഷമല്ല എന്ന് വ്യക്തമാവുകയാണ്. പോളണ്ടിന്റെ ആകാശ അതിർത്തിയിൽ ലംഘിച്ച റഷ്യൻ ഡ്രോണുകൾ രാജ്യത്ത് പ്രവേശിച്ചത് അതിന്റെ ഭാഗമായി അവർ കാണുന്നുമുണ്ട്. അതിനിടയിൽ റഷ്യയും സഖ്യരാജ്യമായ ബെലാറൂസും ചേർന്ന് നടത്തുന്ന സപാഡ് 2025 എന്ന സംയുക്ത സൈനിക പരിശീലനത്തെ നേരിടാൻ 40,000 സൈനികരെയാണ് പോളണ്ട് അതിർത്തിയിലേക്ക് അയച്ചിരിക്കുന്നത്. മാത്രമല്ല, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പാശ്ചാത്യ സഖ്യം ഇതാദ്യമായി യുദ്ധത്തോട് ഇത്രയും അടുത്ത് എത്തിയിരിക്കുകയാണ് എന്ന് പോളണ്ട് പ്രധാനമന്ത്രി ഡസ്ക മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയും ബെലാറൂസും സംയുക്തമായി നടത്തുന്ന സൈനിക പരിശീലനം അത്യന്തം പ്രകോപനകരമാണെന്നാണ് ഈ ഡസ്ക പറയുന്നത്. കൂടുതൽ സംഘർഷഭരിതമായ അന്തരീക്ഷം ഒഴിവാക്കുന്നതിനായി ബെലാറൂസിനോട് ചേർന്നുള്ള പോളണ്ടിന്റെ അതിർത്തി അടച്ചിട്ടിരിക്കുകയുമാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഈ സ്പഡ് 2025 ആയി പോളണ്ട് തയ്യാറെടുക്കുകയായിരുന്നു എന്ന് ദേശീയ പ്രതിരോധ ഉപമന്ത്രി സെസാറി ടോംസിക് പറയുകയും ഉണ്ടായിരുന്നു. പോളിഷ് നാറ്റോ സൈനികർ സ്പാഡ് 2025 അനുയോജ്യമായ രീതിയിൽ പ്രതികരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുക്രൈൻ യുദ്ധം ആരംഭിച്ചത് ഇതുപോലെ ഒരു സൈനിക പരിശീലനത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ പോളണ്ട് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇന്നു മുതൽ വരുന്ന ചൊവ്വാഴ്ച സെപ്റ്റംബർ 16 വരെയാണ് പോളണ്ടിന്റെയും ലിത്വാനിയയുടെയും അതിർത്തിക്ക് സമീപമായി റഷ്യയും ബെലാറൂസും ഈ സ്പഡ് 2025 നടത്തുന്നത്. ഏതാണ്ട് 4 വർഷം കൂടുമ്പോഴാണ് ഇത്തരത്തിലുള്ള സൈനിക പരിശീലനം നടക്കാറുള്ളത്. 2021 പരിശീലന സമയത്ത് ബെലാറൂസിൽ വലിയ തോതിൽ റഷ്യ സൈനിക വിന്യാസം നടത്തിയിരുന്നു. ഏതാനും മാസങ്ങൾക്ക് ശേഷം ഈ സൈനികരെ ഉപയോഗിച്ചാണ് റഷ്യ യുക്രൈൻ അധിനിവേശം നടത്തിയത്. ഇത്തവണത്തെ സൈനിക പരിശീലനത്തിന്റെ മറവിലും റഷ്യ വൻതോതിൽ സൈനിക വിന്യാസം നടത്താൻ ഇടയുണ്ടെന്നാണ് ഒരു മുൻ നാറ്റോ ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സംഘർഷഭരിതമായ അന്തരീക്ഷം നിലനിൽക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി 19 റഷ്യൻ ഡ്രോണുകൾ പോളണ്ടിന്റെ ആകാശ അതിർത്തി ലംഘിച്ച് കയറിയത്. ഇതോടെ നാറ്റോ ആരംഭിച്ചതിന് ശേഷം 8ാം തവണ ടസ്ക നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റിയുടെ ആർട്ടിക്കിൾ 4 പ്രയോഗിച്ചിട്ടുണ്ട്. സഖ്യരാജ്യങ്ങളുടെ സുരക്ഷയും പരമാധികാരവും നിലനിർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ആർട്ടിക്കിൾ 4 പ്രയോഗത്തിൽ വരുന്നതിലൂടെയാണ്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലും ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിനായി ഒരു അടിയന്തര യോഗം ചേരുന്നുമുണ്ട്. അതേസമയം ഡ്രോണുകൾ അതിർത്തി ലംഘിച്ച കാര്യം റഷ്യ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. പടിഞ്ഞാറൻ യുക്രൈനിലെ സൈനിക ആസ്ഥാനങ്ങൾ തങ്ങൾ ഡ്രോണുകൾ ഉപയോഗിച്ച് തകർത്തെന്നും പോളണ്ടിനെ ഒരിക്കലും ലക്ഷ്യം വെച്ചിട്ടില്ലെന്നും റഷ്യ പറയുന്നു. അതേസമയം റഷ്യയുടെ അധീനതയിലുള്ള യുക്രൈനിയൻ പ്രദേശത്ത് നിന്നാണ് ഡ്രോണുകൾ വന്നതെന്ന് പോളണ്ടും പറയുന്നുണ്ട്. സൈനിക പരിശീലനത്തിന് പരമാവധി 13,000 പേർ മാത്രമായിരിക്കും പങ്കെടുക്കുക എന്നാണ് റഷ്യ പറയുന്നത്. അതേസമയം പരിശീലനത്തിൽ നിരീക്ഷകരായി നാറ്റോ പ്രതിനിധികളെയും ക്ഷണിക്കുമെന്ന് ബെലാറൂസും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടയിൽ വ്ളാഡിമിർ പുടിൻ മനഃപൂർവ്വമായോ അറിയാതെയോ യാത്രാ വിമാനം വെടിവെച്ചിടാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യൂറോപ്പിലൂടെ പറക്കുന്ന വിമാനങ്ങളെയാകും ലക്ഷ്യം വെക്കുക. നാറ്റോ എയർക്രാഫ്റ്റുകളുടെ സഹായത്തോടെ തങ്ങളുടെ ആകാശ അതിർത്തിയിലെത്തിയ ഡ്രോണുകളെ പോളണ്ട് വെടിവെച്ചിട്ടതിനെ തുടർന്ന് പോളണ്ടിലേക്കുള്ള വിമാനയാത്ര നേരിടുന്ന വെല്ലുവിളി എയർലൈൻ കമ്പനികൾ വിശകലനം ചെയ്യണമെന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നുണ്ട്. റഷ്യൻ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതാദ്യമായാണ് പാശ്ചാത്യ സഖ്യ റഷ്യയ്ക്ക് നേരെ വെടിയുതിർത്തിരിക്കുന്നത്. അതിനിടയിൽ പ്ലാനറ്റ് ലാബ്സ് നൽകുന്ന ഉപഗ്രഹ ചിത്രം അനുസരിച്ച് ബെലാറൂസിൽ അതിർത്തിയോട് ചേർന്ന സൈനിക കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നത് കാണിക്കുന്നുമുണ്ട്. നേരത്തെ സോവിയറ്റ് യൂണിയന്റെ കാലത്ത് ആണവായുധങ്ങൾ സംഭരിക്കാൻ ഉപയോഗിച്ചിരുന്ന മിൻസ്കിലെ ഒരു സൈറ്റിൽ പുനർനിർമ്മാണം നടക്കുന്നതായും ഓഗസ്റ്റിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്തായാലും ഒരു വശത്ത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം വീണ്ടും കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്നു. മറുവശത്ത് പോളണ്ടും റഷ്യയും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്നു.
അതായത് പശ്ചിമേഷ്യ നിന്ന് കത്തുന്നു എന്ന സാരം. അവിടെ സമനില തെറ്റി എന്ത് ചെയ്യണമെന്നറിയാതെ ചില വിഡ്ഢിത്തങ്ങൾ വിളമ്പുന്ന ട്രംപ് നിലകൊള്ളുന്നുമുണ്ട്. എന്തായാലും ഇനി ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലേക്ക് വരികയാണെങ്കിൽ ഗാസ സിറ്റി ഏറ്റവും ഒടുവിലത്തെ യുദ്ധ പരീക്ഷണം, അല്ലെങ്കിൽ ഇതോടുകൂടി എല്ലാം അവസാനിക്കണം, ഇനിയൊരു യുദ്ധം ഉണ്ടാകരുത് എന്ന ദൃഢനിശ്ചയത്തോടു കൂടി നെതന്യാഹു പട ഇറങ്ങുകയാണ് എന്ന് വ്യക്തമാവുകയാണ്. അതിന്റെ ഫലമായി ഗാസ വീണ്ടും വളഞ്ഞിരിക്കുന്നു. വീണ്ടും തലപൊക്കിയ ഹമാസുകളെ വേരോടെ പിഴുതെറിയാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. ഇനി സൂക്ഷിച്ചില്ലെങ്കിൽ ഖത്തറിന് ഇതിനേക്കാൾ വലിയ രീതിയിലുള്ള ആക്രമണം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. അതിനർത്ഥം ഹമാസുകളെ ഇനി ഖത്തർ കയറ്റാതിരിക്കണം എന്നുള്ള നിലപാടിലേക്ക് ഹമാസ് നേതാക്കളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നേതാക്കളോ ഇത്തരത്തിൽ അതിർത്തി കടന്ന് ഖത്തറിലേക്ക് എത്തരുത്, അവരെ ഇനി ഖത്തറിലേക്ക് കാലുകുത്തിക്കില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം ഖത്തറിന്റെ കയ്യിൽ നിന്നും ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ആ നീക്കം നടത്തുന്നത് എന്ന് വ്യക്തമാവുകയാണ്. പക്ഷെ അപ്പോഴും ഖത്തർ സമാധാന ശ്രമങ്ങൾ നടത്തുകയാണ് എന്ന് വ്യക്തമാകുന്നു. ഖത്തറിനെ തൊട്ടുകളിച്ചാൽ അക്കളി ഇക്കളി സൂക്ഷിച്ചോ എന്നുള്ള മട്ടിൽ ഖത്തറിനെ വളഞ്ഞ മറ്റ് അറബ് രാജ്യങ്ങളുടെ നേതാക്കന്മാരൊക്കെ തന്നെ, തലവന്മാരൊക്കെ തന്നെ ഖത്തറിലെത്തിയിരുന്നു. ജർമ്മനിയും ഇന്ത്യയും ഒക്കെ തന്നെ ഖത്തറിനെ ചേർത്ത് പിടിച്ചപ്പോഴും ഇസ്രായേലിനോടുള്ള നിലപാടിൽ മാറ്റം വരുത്താതെ തന്നെ അവരും മുന്നോട്ട് പോയിട്ടുണ്ട്. എന്തായാലും ട്രംപ് പലകുറി ആവർത്തിച്ച് പറയുന്നുണ്ട് ഇത് തെറ്റായ തീരുമാനമായി പോയി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൊട്ടിക്കലാശം അത് ഉണ്ടായേ തീരൂ എന്ന മട്ടിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിന്റെ ഏകദേശ വഴിയിലേക്ക് കടക്കുന്നു. ഇവിടെ